പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ വി ആർ പ്രബോധേന്ദ്രൻ നായർ സാർ, അതോടൊപ്പം തന്നെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട പൂജപ്പര കൃഷ്ണൻ നായർ സാർ, വേദിയിലുള്ള മറ്റ് ആരാധ്യരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. തികച്ചും വ്യത്യസ്തമായൊരു പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. രാമായണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നടത്തിയ വിവിധ മത്സരങ്ങൾ സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളെ കാണുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു 30 വർഷത്തിലെ പൊതുപ്രവർത്തന ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭമാണിത്. കാരണം നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം ഇതൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെയാണ് കുട്ടികളൊക്കെ തന്നെ വളരേണ്ടത്. അതിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് അങ്ങേറ്റം തന്നെ ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. ഇന്നലെ സ്വാതന്ത്ര്യദിനമായിരുന്നു. ആരാധനായ പ്രധാനമന്ത്രി നമ്മളോടൊക്കെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2047 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷമാകും. 2047 ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ രാജ്യമായിരിക്കണം, ഭാരതമായിരിക്കണം എന്നാണ് അദ്ദേഹം നമ്മളോട് പ്രസംഗിച്ചത്. 2047 പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. അന്ന് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ മേയറോ കൗൺസിലർമാരോ ആരാണെന്ന്, അധികാര സ്ഥാനത്ത് ആരൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കൊക്കെ തന്നെ തീരുമാനമെടുക്കാൻ സാധിക്കണം, അന്ന് ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതമായിരിക്കണം. ആ ഒരു ഫോക്കസിലേക്ക് നമ്മളുടെ എല്ലാവരുടെയും എനർജി മാറിക്കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ രാജ്യത്തെ ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ലോകത്ത് ഏറ്റവും മികച്ച രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വ്യക്തിപരമായ കഴിവുകൾ വികസിക്കുമെന്ന് മാത്രമല്ല, ഏറ്റവും മികച്ച സൗകര്യങ്ങൾ അനുഭവിക്കുവാനുള്ള അവസരവും എനിക്കുണ്ടാവും. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിലുണ്ടാകേണ്ട സ്വപ്നം 47 ആകുമ്പോഴേക്കും ഇന്ത്യൻ എക്കണോമിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കണം. അതിനുവേണ്ടി ഇവിടുത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ എല്ലാ റിസോഴ്സസും ഞാൻ പ്രയോജനപ്പെടുത്തുവാനുള്ള ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഹോംവർക്ക് ഇപ്പോഴേ ചെയ്തു കൊടുക്കണം. ഇവിടെയുള്ള ഓരോ കുട്ടികളും, ഇപ്പോൾ ഇന്ന് സമ്മാനം വാങ്ങിച്ച കുട്ടികളൊക്കെ തന്നെ 20 വർഷം കഴിയുമ്പോൾ, ഇന്ന് സമ്മാനം വാങ്ങിച്ച 8 വയസ്സുള്ളൊരു കുട്ടിക്ക് 28 വയസ്സാവും, 15 വയസ്സുള്ളൊരു കുട്ടിക്ക് 35 വയസ്സാവും. അപ്പോൾ അവരുടെ നല്ല ജീവിത പ്രായത്തിലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രത്തിലെ പൗരന്മാരായിട്ട് മാറാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഈ രാമായണ പാരായണവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളും ഒക്കെ തന്നെ ഗുണകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2014 ജൂൺ 21 യോഗ ആചരിക്കണം, അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി. അതിൽ ആരോഗ്യമന്ത്രി തന്നെ യോഗ മാറ്റിൽ ചെന്നിരുന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ യോഗ ചെയ്യുമ്പോഴേക്കും മന്ത്രി വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഉൾപ്പെടെ പത്രങ്ങളിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വന്നു. 2026 അന്താരാഷ്ട്ര യോഗാ ദിനം വന്നപ്പോഴേക്കും ലോകം മുഴുവനും യോഗയുടെ പേരിൽ ഒരുമിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ രാമായണത്തിൻ്റെ പേരിലായാലും ഭാരതത്തിൻ്റെ സംസ്കൃത ഭാഷയുടെ പേരിലായാലും നാളെ ലോകം ഒരുമിക്കുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ്, ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വായിച്ച വന്ദേമാതരം, ആ വന്ദേമാതരം ചൊല്ലരുത് എന്ന് ആംഗ്യഭാഷയിലൂടെയും ചേഷ്ടയിലൂടെയും ഒക്കെ തന്നെ ഓപ്പണായിട്ട് പറയാൻ മടിക്കാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ വന്ദേമാതരം ചൊല്ലരുത് എന്ന് പറയാൻ അധികാരമുള്ള, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ അധികാരമുള്ള 3-4 പേർ ശക്തമായിട്ട് വാദിച്ചിട്ടും വന്ദേമാതരം പൂർണ്ണമായിട്ടും അവിടെ ചൊല്ലി എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സത്യസന്ധതയും അത്രത്തോളം നേരുമുള്ള രാഷ്ട്രമാണ് ഭാരതം. നമ്മൾ ആരെയും ഭൂമി വെട്ടിപ്പിടിക്കാൻ പോയിട്ടില്ല, ആരുടെയും ഭൂമിയുടെ അടിയിലുള്ള ഇന്ധനം എടുക്കാനും പോയിട്ടില്ല, ഒരു രാജ്യത്തിൻ്റെയും മെക്കെട്ട് കയറാനും പോയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രീരാമൻ ചെയ്തതുപോലെ നമ്മുടെ മെക്കെട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വിട്ടുകൊടുത്തിട്ടുമില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ, എന്നെ ആരും ആക്രമിക്കാൻ വരാതിരിക്കണമെങ്കിൽ ഞാൻ ശക്തനായിരിക്കണം. ഞാൻ ശക്തനാകുന്നത് എനിക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ്, മറ്റാരെയും ഉപദ്രവിക്കാനല്ല. ഇതാണ് രാമായണവും ഒക്കെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുമക്കൾ ഇതൊക്കെ പഠിച്ച് വളരുന്ന ഒരവസരത്തിലേക്ക് നാടെത്തുന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. തിരുവനന്തപുരം മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങേറ്റം തന്നെ സന്തോഷമുണ്ട്. കുറേ പരിപാടികൾ ഈ ഞായറാഴ്ച വൈകുന്നേരം ഒരു 3 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ
നിരവധി പരിപാടികൾ 6 പരിപാടികൾ ഇങ്ങനെ പല സ്ഥലത്ത് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ എൻ്റെ കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം നിങ്ങളുടെയൊക്കെ തന്നെ അനുവാദത്തോടെ മടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.